എല്ലാവരുടെയും വീട്ടിൽ കാണും ഇതുപോലെ ഡാമേജ് ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ ബാറ്റ്. സാധാരണ നമ്മുടെ ബാറ്ററി ഡാമേജ് ആകുമ്പോൾ ഇതിനെ എടുത്ത് കളയാറാണ് പതിവ്. പക്ഷേ ഇതിനെ നമുക്ക് റീയൂസ് ചെയ്യാം. എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം ഈ ബാറ്റ് ഒന്ന് അഴിച്ചെടുക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. ഇത് സാധാരണ ഡാമേജ് ആകുമ്പോൾ എല്ലാവരും ഊരിക്കളയാറാണ് പതിവ്. പുതിയത് വാങ്ങി വെച്ചാലും സാധാരണ അധിക കാലം അത് യൂസ് ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർഗ്ഗത്തിലൂടെ ഇതെങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബാറ്ററിയുടെ കണക്ഷൻസ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ബാറ്ററി ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നീളമുള്ള ഒരു വയർ എടുക്കുക. ഈ ഒരു വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലെടുക്കുക. കാരണം നമ്മളിത് നേരിട്ട് കറണ്ട് കുത്തിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതുപോലെ വയർ ഇതുപോലെ എടുക്കുക. അതിനുശേഷം പോസിറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് പോസിറ്റീവിലിടും, നെഗറ്റീവ് വരുന്നിടത്ത് നെഗറ്റീവ് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്യുക. ഒരു 12 വോൾട്ട് ചാർജർ കൊടുത്തിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 12 വോൾട്ടിൻ്റെ ചാർജറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വരത്തക്ക രീതിയിലാണ് ഈ സോൾഡറിങ് ചെയ്യുന്നത്. അതായത് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ചാർജർ കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. 12 വോൾട്ട് ചാർജറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സോൾഡർ ചെയ്യത്തക്ക രീതിയിൽ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചെടുക്കാം. ഇത്രയും കണക്ഷൻ ചെയ്തതിന് ശേഷം ഇത് പഴയ പോലെ തന്നെ അടച്ച് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക. വയർ അത്യാവശ്യം നീളത്തിൽ തന്നെ ഇടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരിട്ട് ഇത് ചാർജർ കുത്തിയിട്ടിട്ടാണ് ഈ ബാറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കത്തില്ല. ചാർജർ കുത്തിയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 12 വോൾട്ട് ചാർജർ നമ്മൾ എടുക്കുക. ആംബിയർ കൂടിയതെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിനുശേഷം ഇതാണ് നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത് നമ്മുടെ ബാറ്റിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ചാർജറിൻ്റെ 12 വോൾട്ട് ഔട്ട്പുട്ടാണ് ഈ ബാറ്റിൻ്റെ ഉള്ളിലേക്ക് കണക്ഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് AC കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. AC കോഡൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് ഓണാക്കാം. നമ്മൾ AC ഇപ്പം കൊടുത്തിട്ടുണ്ട്. അത് ഈ ചാർജറെ കൊടുത്തു. ചാർജറിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മുടെ ബാറ്ററിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. അപ്പം നമുക്കിതിനകത്ത് എന്തെങ്കിലും ഷോർട്ടായാൽ മാത്രമേ നമുക്ക് ആ സൗണ്ട് വരുള്ളൂ. അതായത് എന്തെങ്കിലും ഇൻസെക്ട്സ് അതിൻ്റെ ഉള്ളിൽ വരണം. ഏതെങ്കിലും ജീവികളോ പ്രാണികളോ അതിൻ്റെ അകത്ത് വന്നാൽ മാത്രമേ ആ സൗണ്ട് കേൾക്കുള്ളൂ. അതാണ് ഇടയ്ക്കിടയ്ക്ക് വിട്ട് സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ പൊതുവേ ഈ ബാറ്റിൻ്റെ ബാറ്ററിയാണ് സാധാരണ പോകാറുള്ളത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ബാറ്ററി പോയി ഇരിപ്പുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും വർക്കാവും. ഇതിൽ വയറിന് അല്പം നീളം വേണമെന്നുള്ള മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.